ഇലക്ട്രിക് സൈക്കിൾ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ബ്രാൻഡഡ് സൈക്കിളും വാറൻറ്റി ഉള്ള ഇലക്ട്രിക് സൈക്കിളുകളും മാത്രം ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ വണ്ടിക്ക് നമുക്ക് 25 കിലോമീറ്റർ സ്പീഡാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്പീഡിനെ പിന്നെയും കൂട്ടാൻ ശ്രമിക്കരുത്. അതായത് നിങ്ങൾ ഇതിൻ്റെ സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സ്പീഡ് കൂട്ടാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ബാറ്ററിക്കും മോട്ടറിനും കൺട്രോൾ യൂണിറ്റിനും ഒക്കെ ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് സ്പീഡ് കൂട്ടാൻ ശ്രമിക്കരുത്. പോയിന്റ് നമ്പർ 3, നിങ്ങൾ മഴയത്ത് റൈഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞാൽ ചാർജിലിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാറ്ററിയുടെ പോർട്ടിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്ത് തുടച്ചതിന് ശേഷം മാത്രമേ ചാർജ് ഇടാവൂ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചാർജർ സ്പാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും തുടച്ചതിന് ശേഷം മാത്രം ചാർജ് ഇടുക. പോയിന്റ് നമ്പർ 4, നമ്മൾ ഓവർനൈറ്റ് ചാർജ് ഇടരുത്. അതായത് രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ ചാർജ് കുത്തിയിട്ടിട്ട് പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ ചാർജിൽ നിന്ന് ഊരുന്ന ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. കാരണം നമുക്കൊരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ ബാറ്ററി ഫുള്ളി ചാർജ് ആവും. അതിനുശേഷം ആവശ്യമില്ലാതെ ചാർജർ ഹീറ്റ് ആവുകയും അതിൻ്റെ ലൈഫ് കുറയുകയും ചെയ്യും. അപ്പോൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യരുത്. ബ്രേക്ക് എപ്പോഴും ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് ബ്രേക്കിംഗ് വേണം. കാരണം ഇതിന് സ്പീഡ് കൂടുതലാണ്, നോർമൽ സൈക്കിൾ പോലെയല്ല. അതുകൊണ്ട് ബ്രേക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക. ബ്രേക്ക് ചെയ്യുമ്പോൾ 2 ബ്രേക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ മോട്ടറിൻ്റെ സർവീസ്, അത് ഒരു 2000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ആ മോട്ടറും ഒന്ന് സർവീസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. സൈക്കിൾ വാങ്ങുന്നവരും വാങ്ങിയവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ.